ഇൻട്രൊഡക്ഷൻ പറഞ്ഞേക്കാം അത് ഇന്നോ നമസ്കാരം. ദൈവകൃപയാൽ കഴിഞ്ഞ ദീർഘവർഷങ്ങളായി വേൾഡ് ലിറ്ററേച്ചർ ഫോറത്തിൻ്റെയും വചനഭൂഷണം മാസികയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ധാരാളം ആളുകൾക്ക് പഠനോപകരണ വിതരണം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രോഗ്രാമിൽ 1000 കുട്ടികൾക്ക് എന്ന പ്ലാൻ ഇട്ടാണ് ഞങ്ങൾ തുടങ്ങിയത്. പക്ഷേ 2500-ലധികം ആളുകൾ നിയന്ത്രിക്കാൻ കഴിയാത്ത പോലെ ആളായതുകൊണ്ട് വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു. അതുകൊണ്ട് അടുത്ത പ്രാവശ്യം വരും ദിവസങ്ങളിൽ 100 കണക്കിന് കുട്ടികൾക്ക് സഹായം ചെയ്യാനുള്ള പ്രോഗ്രാം ഞങ്ങൾ കൊട, ബുക്കുകൾ, അങ്ങനെ ചെറിയ ഐറ്റംസ് മാത്രമായിട്ട് 10 കൊട, 10 ബുക്ക്, ഒരു കൊട, അങ്ങനെയൊക്കെയുള്ള പദ്ധതികൾ ഞങ്ങളിങ്ങനെ ആവിഷ്കരിച്ചിരിക്കുകയാണ്. എന്നാൽ വളരെ അർഹതപ്പെട്ട കുട്ടികൾക്ക് ഒരു 3000-ലധികം രൂപയുടെ കിറ്റ്, ഇതിനകത്ത് എല്ലാ സജ്ജീകരണമുണ്ട്. എല്ലാ പ്രാവശ്യവും നമ്മുടെ വ്യാപാരി വ്യവസായയുടെ പ്രസിഡന്റ് CV മാത്യു സാർ ആണ് ഇത് സ്പോൺസർ ചെയ്യുന്നത്. ഞാൻ അദ്ദേഹത്തോട് ഇപ്രാവശ്യം പറഞ്ഞപ്പോൾ, കഴിഞ്ഞ പ്രാവശ്യം രാജീവ് അബ്രഹാം MLA ആയിരുന്നു, നമ്മുടെ നിങ്ങളെ ഓട്ടോമാറ്റിക്കലി MLA എന്ന് പറഞ്ഞു XMLA ആയിരുന്നു ഉദ്ഘാടനം ഇതുപോലെ നിർവഹിച്ചത്. ഇപ്രാവശ്യം ഒരു വ്യത്യസ്തത, നമ്മുടെ റാന്നിയുടെ DYSP സ്റ്റുവർ കിലർ അവരുടെ ജസ്റ്റ് വിളിച്ചു. അദ്ദേഹം വളരെ തിരക്കുകളുടെ നടുവിൽ എത്തിച്ചേർന്നു. അതിന് പ്രത്യേകം അഭിനന്ദനം പറയുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ വ്യാപാരി വ്യവസായയുടെ പ്രസിഡന്റ് ഏറ്റുവാങ്ങാൻ എത്തിയിട്ടുണ്ട്. CV മാത്യു സാറ്, അതുപോലെ തന്നെ ഡോക്ടർ A. വർഗീസ് സാറ്, വേൾഡ് ലിറ്ററേച്ചർ ഫോറത്തിന്റെ സെക്രട്ടറി, അതുപോലെ തന്നെ ലിജു കടക്കേത്, നമ്മുടെ വാർഡ് മെമ്പർ. സത്യത്തിൽ ഞാനിത് മറന്നു കിടക്കുമായിരുന്നു ഈ കാര്യം. ഇപ്രാവശ്യം തിരക്കുകളുടെ നടുവിൽ ഇലക്ഷനൊക്കെ ആകുമ്പോൾ ഞങ്ങളിങ്ങനെ സംസ്ഥാനം ഒട്ടാകെ സഞ്ചരിക്കാറുണ്ട്. സത്യം അന്നേരമാണ് മെമ്പർ വിളിച്ച് നമുക്ക് ഇപ്രാവശ്യം കൊടുക്കേണ്ടി വരണം. ശരിക്കും പറഞ്ഞാൽ മെമ്പറെ കൊണ്ട് തന്നെ ഓപ്പറേറ്റ് ചെയ്യിച്ച് ഈ വാർഡ് എന്നൊരു വലിയ സമൂഹത്തിനുള്ളതായിരിക്കും. ഉടനെ തന്നെ ആ പ്രോഗ്രാം ഉടനെ നടക്കും. ഇന്ന് ഇതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനത്തിനായിട്ട് പ്രിയപ്പെട്ട നമ്മുടെ DYSP സാറിനെ വിനയപൂർവ്വം ക്ഷണിച്ചു. വേൾഡ് ലിറ്ററേച്ചർ ഫോമിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ, വ്യാപാരത്തിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ, ഞാൻ റാന്നി DYSP വന്നിട്ട് പങ്കെടുക്കുന്ന ആദ്യത്തെ പരിപാടിയാണ്. വാസ്തവത്തിൽ ഇന്ന് തന്നെ ഇത് മുന്നോട്ട് വെച്ച് അറിയിച്ചപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് ഞാൻ ഇതൊരു സംഭവം പ്രവർത്തനം. വളരെ സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം ഇങ്ങനെ നിറവേറ്റുന്ന ഒരു സംഘടന ഉണ്ടാകുമ്പോൾ കൂടെ നിൽക്കുക എന്നുള്ളത് എൻ്റെ കടമയായിട്ട് തോന്നി. അതൊക്കെ വളരെ എനിക്ക് ആകർഷകമായി തോന്നിയത് ബെനിഫിഷ്യറീസിൻ്റെ ഫോട്ടോസ് ഒന്നും പുറത്തു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്നത്. ഇത് നമ്മുടെ വ്യക്തിത്വം എന്നുള്ളത് എല്ലാവർക്കും ഉള്ള ഒരു സാധനമാണ്. ഒരാളുടെ വ്യക്തിത്വം അടിപ്പെടുത്തിക്കൊണ്ട് ഒരു സാധനം സ്വീകരിക്കുന്നവരോട് ചോദിക്കുന്ന ആളുകൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് സാഹിത്യ സെഷൻ എന്ന് പറഞ്ഞത് ഒരിക്കലും ഫോട്ടോസും പ്രസിദ്ധീകരിച്ചില്ല. അതാണ് നോക്കാൻ എത്ര പെട്ടെന്ന് ഞാൻ ഇന്ന് ഉച്ചകഴിഞ്ഞ് വേറെ പരിപാടി ഉള്ളതുകൊണ്ടാണ് ഞാൻ രാവിലെ പെട്ടെന്ന് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞത്. ഇത്തരത്തിൽ ആ ജനാധിപത്യ മൂല്യത്തെ ഉയർത്തിക്കാട്ടുന്നതിന് പ്രത്യേകിച്ച് ഒരു പരിപാടി സംഘടിപ്പിച്ച എല്ലാ പ്രത്യേകിച്ചും എൻ്റെ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ എന്തൊക്കെ കാണിക്കണം, ഒന്ന് കാണിച്ച് എന്തൊക്കെ സാധനങ്ങളാണ് ഇതിനകത്തുള്ള സാധനങ്ങൾ ഓരോന്നായി
നല്ലൊരു ചുവട്ടുപാത്രം, ഒരു നല്ല വാട്ടർ ബോട്ടിൽ, ബുക്ക്, പെൻസിലാണ്, കൂട, നിലക്കാരം, നല്ലോണം ഉപകാരപ്രദമായിട്ട് ജോമെട്രി ബോക്സ് ആണ് പണ്ട് കാലത്ത് ഉപയോഗിച്ച് ഓർമ്മമാക്കുന്നത്. പേന, 3 പേന, കാര്യം അപ്പോൾ ഇത്രയാണ് സാധനങ്ങളെല്ലാം ഉള്ളത്. ഇത് സ്വീകരിക്കുന്ന ആൾക്കാർ ഇതിൻ്റെ ലക്ഷ്യം പഠനം അല്ലെങ്കിൽ സമൂഹത്തിലോട്ട് മുൻപന്തിയിലോട്ട് വരാൻ അവർക്ക് കഴിയട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്യുന്നു. ഇതിലൂടെ ബുക്ക് കൂടെ കിട്ടും നമ്മുടെ കടയിൽ നിന്ന് സാറിൻ്റെ ഇതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഒരു പ്രവൃത്തി എന്ന നിലയ്ക്കാണ്. ഒരു വാക്ക് സി മാത്യു സാർ സംസ്ഥാനത്തിനെ ഓർഗനൈസ് ചെയ്ത ബഹുമാനപ്പെട്ട തോമസ് കുട്ടി പാസ്റ്റർ, വാർഡ് മെമ്പർ അനി സുരേഷ്, ഞങ്ങളുടെ യൂണിറ്റിൻ്റെ സെക്രട്ടറി ബിജു ജോയി, അതുപോലെ തന്നെ സന്നിധനായിരിക്കുന്ന പാസ്റ്റർ, ഇതിൻ്റെ ബെനിഫിഷ്യറി ആയിട്ട് കുട്ടികളെ കൊണ്ടുവരാൻ ഞങ്ങൾ പറഞ്ഞ് തീരുമാനിച്ചു. അവരുടെ ആത്മാഭിമാനത്തിന് ദോഷം വരാത്ത രീതിയിൽ അവരുടെ പേരൻസ് ഉത്തരവാദിത്തപ്പെട്ടവരൊന്ന് വാങ്ങിക്കണ്ടായിരുന്നു ഉള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ അത് സന്നിധാനിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി എല്ലാ വർഷവും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഹോസ്പിറ്റൽ പാസ്റ്ററിൻ്റെ നേതൃത്വത്തിൽ നിരവധി കുട്ടികൾക്ക് ഇത്തരം സഹായം ചെയ്തു വരുന്നു. അദ്ദേഹം തന്നെ അതിൻ്റെ സ്പോൺസേഴ്സിനെ കണ്ടുപിടിച്ച് അത് യഥാർത്ഥത്തിൽ അർഹതപ്പെട്ട ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമാണ്. ഇവിടത്തു നിന്നും ക്യാഷ് വാങ്ങുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. എല്ലാം എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇത്ര രൂപയുടെ സാധനം കൊടുക്കണം എന്ന് പറഞ്ഞ് പണമായിട്ട് വാങ്ങാതെ സാധനമായിട്ട് വാങ്ങി തന്നെ അത് കൊടുക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വലിയൊരു പ്രവർത്തനം നടത്തുന്ന തീർച്ചയായും ഒരു വലിയ ദൈവാനുഗ്രഹം കിട്ടുന്ന ഒരു പ്രവൃത്തിയാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ അത് മറ്റ് തലമുറയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വലിയ സഹായമാണ്. അത് അദ്ദേഹത്തിന് ജഗദീശനും എല്ലാവിധ അനുഗ്രഹങ്ങളും തുറന്നു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ ചെറിയ ഒരു ഉദ്ഘാടനത്തിന് സമയം കണ്ടെത്തി എത്തിച്ചേർന്ന അതിലെ ബഹുമാന്യരായ യുഎസ്പിയോട് ഉള്ള നന്ദി വ്യാപാരി വ്യവസായ സമിതി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മെമ്പറുടെ സന്നിധിയിലാണ്. മെമ്പറും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ മെമ്പറുടെ ഒക്കെ ഉണ്ടായിരുന്ന അവസരങ്ങളിൽ ഇവിടെ ധാരാളം ആളുകൾക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കുന്ന വലിയ പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് സുരേഷ്. അത് ഓർക്കുകയാണ്. തുടർന്നും ഇത്തരം കാര്യങ്ങളിൽ സഹകരിക്കും, വേണ്ട നേതൃത്വം നൽകും എന്ന് അതുകൊണ്ട് ഞാൻ എൻ്റെ വാർഡ് മെമ്പറിലേക്ക് ഞാൻ ഈ കുട്ടിക്കുള്ള പഠനോപകരണങ്ങൾ അടങ്ങിയ ഈ കിറ്റ് വാർഡ് മെമ്പറെ ഏൽപ്പിക്കുന്നു. എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. ഞങ്ങളോട് സഹകരിച്ച ബി.ജെ.പി. സാറിനോടും മറ്റ് വിശിഷ്ടാതികളോടും നന്ദി പറയും. ദൈവം ദൈവം സഹായിച്ചാൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു കുട്ടിക്ക് 10 ബുക്ക് കൊടാം. പിന്നെ വേറെ എന്തെല്ലാം ദൈവം തരുന്നു അതെല്ലാം കൂടെ ചേർത്ത്
ധാരാളം കുട്ടികൾക്ക് 100 കണക്കിന് കുട്ടികൾക്ക് കൊടുക്കാനുള്ള പദ്ധതി ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ദൈവം സഹായിക്കുന്നത്. താങ്ക് യു. സാർ വരുന്ന റിപ്പോർട്ടാണ്